അല്ലാഹുവിനെല്ലാം സമർപ്പിക്കണം. അതുകൊണ്ട് നിങ്ങളെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവതാരമായി വന്നിരിക്കുന്ന ഈ അള്ളാഹ്ക്ക് നിങ്ങളെ ഭാര്യയെത്താ എങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. പലരും ഇത് തട്ടിപ്പാണ്, വ്യാജമാണെന്ന് മനസ്സിലാക്കി തിരിച്ചു വന്നു. പക്ഷേ അപ്പോഴേക്കും അവർക്കെല്ലാം വിലപ്പെട്ട പലതും നഷ്ടപ്പെട്ടിരുന്നു. വില മതിക്കാനാകാത്ത, വില നിർണയിക്കാനാകാത്ത അഭിമാനം മുതൽ ചാരിത്രം വരെ നഷ്ടപ്പെട്ട ആളുകൾ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ യഥാർത്ഥ ഗുരു ആരാണ്, യഥാർത്ഥ വലിമാർ ആരാണ്, ഈ രംഗത്തുള്ള തട്ടിപ്പിന്റെ ആളുകൾ ആരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ആധാരമാക്കി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ വിഷയകമായി ഞാൻ സംസാരിക്കുമ്പോൾ, ഇതിനകത്തുള്ള ചൂഷണ ഭാഗങ്ങൾ ഉദ്ധരിക്കുമ്പോൾ പലർക്കും ആ പറയുന്നത് തങ്ങളെക്കുറിച്ചാണ് അല്ലെങ്കിൽ എന്നെക്കുറിച്ചാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വിനീതൻ അതിന് ഉത്തരവാദിയല്ല. കാരണം ഇവിടെ പരിശുദ്ധ ദീനിന്റെ വഴിയാണ്, മഹിതമായ നിയമമാണ് നിങ്ങളുടെ മുമ്പാകെ ഈ വിനീതൻ അവതരിപ്പിക്കുന്നത്. വ്യക്തിപരമായ പരാമർശം നടത്തിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു പരാമർശം നടത്തുകയുമില്ല. അത് നടത്താതെ മോശമായ ചുറ്റുപാടുകളും മോശമായ കുതന്ത്രങ്ങളും പറയുമ്പോ അത് എന്നെക്കുറിച്ചാണെന്ന് തെറ്റിദ്ധരിച്ചാൽ എന്താ അതിന് മരുന്ന്? പണ്ട് ഒരു പണ്ഡിതൻ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പലിശയെക്കുറിച്ചാ പ്രസംഗിക്കുന്നത്. സദസ്സിലുള്ള ആളുകളെ കുറിച്ച് പ്രഭാഷണം നടത്തുന്ന പണ്ഡിതനൊന്നും അറിയില്ല. പക്ഷേ ആ സദസ്സിന്റെ മുൻനിരയിൽ തന്നെ പലിശക്ക് കൊടുക്കുന്ന ഒരു ഹാജിയാർ ഇരിപ്പുറപ്പിച്ചിരുന്നു. മുസ്ലിയാർക്കറിയില്ല അദ്ദേഹം ഏതാളാണ്, ഏതാ ഊര്, പേരൊന്നും അറിയില്ല, ഇദ്ദേഹത്തിന്റെ തൊഴിലെന്താ ഒന്നും അറിയില്ല. പലിശക്കാരനായ ഹാജിയാർ മുന്നിലിരുന്നപ്പോ മുസ്ലിയാർ നന്നായി ആയത്തും ഹദീസും ഉദ്ധരിച്ച് പലിശയെ വിമർശിച്ചുകൊണ്ട് പ്രസംഗിച്ചു. പ്രഭാഷണം ചൂടായപ്പോ ഗൗരവത്തോടുകൂടെ മുസ്ലിയാരുടെ ശൈലിയിൽ ആംഗ്യം കാണിച്ച് കൈ ചൂണ്ടി പ്രസംഗിച്ചപ്പോ യാദൃശ്ചികമായി ആ പലിശക്കാരൻ ഹാജിയാരുടെ നേരെ വിരലൊന്നെത്തി. അത്രയും സമയം കടിച്ചു പിടിച്ചിരുന്ന ഹാജിയാരുടെ പിടിവിട്ടുപോയി. അദ്ദേഹം എണീറ്റ് നിന്ന് പറഞ്ഞു, മുസ്ലിയാർ കാര്യം പറഞ്ഞാൽ മതി, ആളെ ചൂണ്ടിക്കാണിക്കണ്ട. അതോടുകൂടെ എന്തായി? ബഹുജന സമക്ഷം മാലോകർക്ക് ഇദ്ദേഹത്തിന്റെ അസുഖത്തിന്റെ ഗുട്ടൻസ് പിടികിട്ടി. എന്താ ഇയാളെ രോഗം പിടികിട്ടി? എന്തെങ്കിലും വൈകല്യങ്ങളെ കുറിച്ച് പറയുമ്പോ അത് തന്നിലുള്ളതാണെന്ന് കേൾക്കുന്ന ആൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത്തരക്കാർ ബുദ്ധിമാന്മാരാണെങ്കിൽ രഹസ്യമായി അത്തരം വൈകല്യങ്ങൾ തിരുത്താൻ തയ്യാറാവുകയാണ് ചെയ്യുക. എന്നല്ലാതെ പറഞ്ഞത് എന്നെക്കുറിച്ചാണ്, ഞങ്ങളെക്കുറിച്ചാണെന്ന് പറയുന്നത് സ്വയം പരിഹാസ്യരാകലും വിഡ്ഢികളാകലുമാണ് എന്ന് മാത്രമേ ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളൂ. നമുക്ക് വ്യക്തി വിഷയമല്ല കേട്ടോ. കാരണം ഇപ്പൊ ഒരു വ്യക്തിയെ എടുത്തു പറഞ്ഞ ആ മനുഷ്യൻ തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങിയാൽ നാം ആ പറഞ്ഞത് വ്യക്തിയെ കുറിച്ച് പറഞ്ഞതൊക്കെ വേസ്റ്റ് ആയില്ലേ? വ്യക്തി നമുക്ക് വിഷയമല്ല. പരിശുദ്ധ ദീനിന്റെ നിയമങ്ങൾ, ആ നിയമങ്ങൾ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നാം പഠിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, അള്ളാഹുവിന്റെ കലാമിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ധൈര്യമായിട്ട് സംസാരിക്കാം. അത് ആർക്കെങ്കിലും ഈ വിമർശിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും ഖുർആൻ കൊണ്ട് അത് വെച്ച് കുറ്റപ്പെടുത്തുന്നത് ഞങ്ങളെ കുറിച്ചാണെന്ന് തോന്നുകയാണെങ്കിൽ അവർ തെറ്റുതിരുത്തി മുന്നോട്ട് വരട്ടെ. അതുകൊണ്ട് യഥാർത്ഥ ഗുരുനാഥന്മാർ ആരാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. യഥാർത്ഥ വലിയ ആരാ? അതാരാ? നബിമാർക്ക് ശേഷം അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട അധ്യാപക സമൂഹമാകുന്നു അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അത് നിഷേധിക്കാൻ പറ്റൂല. ഖുർആൻ അങ്ങനെ ഒരു വിഭാഗമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അലാ ഇന്ന ഔലിയാ അല്ലാഹി, നിശ്ചയം അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ഇന്ന യോഗ്യതയുണ്ട്, ഇന്ന സ്വഭാവമുണ്ട് എന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഉണ്ട് എന്ന് ഉറപ്പാണല്ലോ. ആ ഉള്ള വിഭാഗത്തിന്റെ യോഗ്യതകൾ എന്തൊക്കെയാണ് അത് പറയണം. നബിമാർക്ക് അവർ പ്രബോധന ഗോധയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ പടച്ച തമ്പുരാൻ നബിമാരെ മുഅ്ജിസത്ത് കൊണ്ട് അനുഗ്രഹിച്ചെങ്കിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, നബിമാരുടെ അനന്തരാവകാശികളായ ഔലിയാക്കർ, വലിമാർ സമൂഹത്തിലേക്ക് തൗഹീദിന്റെ പൊൻവെളിച്ചവുമായി കടന്നു വരുമ്പോൾ അവർ കറാമത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആളുകളാകുന്നു. ഇതൊക്കെ പറയുമ്പോ ഈ ഇരിക്കുന്ന എന്റെ സഹോദരന്മാരിൽ ചിലർക്കെങ്കിലും ഒരു ന്യായമായ ചോദ്യമുണ്ടാകാം. എന്താ ചോദ്യം?
ഉസ്താദെ എന്തിനാണ് വ്യാജനെയും ഒറിജിനെയും ഒക്കെ തപ്പിപ്പോകുന്നത്? എന്തിനാ? ഇപ്പൊ ധാരാളം വ്യാജന്മാരാണ് ഈ മേഖലയിൽ എന്ന് മുസ്ലിയാർ തന്നെ പറയുന്ന സ്ഥിതിക്ക് ഈ രംഗത്തുള്ള വ്യാജന്മാരെയും യഥാർത്ഥക്കാരെയും എന്തിനാ പരിശോധിച്ച് നടക്കുന്നത്? എന്തിനാ? നമുക്ക് മുന്നിൽ ഖുർആനില്ലേ, നമുക്ക് മുന്നിൽ ക്രോഡീകരിക്കപ്പെട്ട നിലയിൽ ഹദീസില്ലേ, അത് വായിച്ചു പഠിച്ചങ്ങ് മുസ്ലിമായി നല്ലവനായി ജീവിച്ചാൽ പോരെ, പുറത്തെന്തെങ്കിലും നടന്നോട്ടെ. ചില സഹോദരന്മാർ അങ്ങനെ പറയാറുണ്ട്. വ്യാജനെയും യഥാർത്ഥക്കാരനെയും എന്തിനാ തപ്പി നടക്കുന്നത്? നമ്മൾ അതിന് നിൽക്കണ്ട. മുന്നിൽ ഖുർആനുണ്ട്, ഹദീസുണ്ട്, അത് വായിച്ച് നല്ലവനായി ജീവിച്ചാൽ പോരെ. അത് മാത്രം പോരാ, അത് മാത്രം പോരാ. എന്തുകൊണ്ട്? ഇസ്ലാം എന്നത് ഗുരുശിഷ്യ ബന്ധമാകുന്നു. ഇസ്ലാം എന്നത് ഗുരുശിഷ്യ ബന്ധമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ പ്രബോധനത്തിന്റെ ശൈലി നിർണയിച്ചത് ഗുരുശിഷ്യ ബന്ധത്തിലൂടെയാകുന്നു. അതുകൊണ്ടല്ലേ ലക്ഷത്തിൽ പരം നബിമാരെ മാനവരിലേക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ അള്ളാഹു പറഞ്ഞയച്ചത് അല്ലേ? എന്തുകൊണ്ടൊരു ഗ്രന്ഥം ഉപരിഭാഗത്ത് നിന്ന് ഇറക്കിയിട്ട് ഉപരിഭാഗത്ത് നിന്ന് ഒരു അശരീരി വിട്ടുകൂടാ? ഇതാ ഇന്ന ഭാഗത്തും നമ്മുടെ കിതാബുകൾ നാം ഇതാ ഇറക്കിയിട്ടുണ്ട്. സത്യവിശ്വാസികളായി ജീവിക്കാൻ താല്പര്യപ്പെടുന്നവർ ആ ഗ്രന്ഥമെടുത്ത് വായിച്ചോട്ടെ. പറ്റൂലേ? അള്ളാഹ്ക്ക് സാധിക്കൂലേ? ആകാശത്ത് നിന്ന് അള്ളാന്റെ വചനങ്ങള്, കിതാബുകൾ അവിടെ നിന്നിട്ട് സപ്ലൈ ചെയ്യാൻ അള്ളാഹുവിന് സാധിക്കില്ലേ? സാധിക്കും. എന്തുകൊണ്ട്? ഇസ്രായേലി സമൂഹം വിശന്ന് പരവശരായ സമയത്ത് അവരുടെ പ്രവാചകനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞല്ലോ, യാ മൂസ, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്, ക്ഷീണമുണ്ട്. നാട്ടിലാണെങ്കിൽ ഭക്ഷണം കിട്ടാനില്ല, പോഷകാഹാരം കിട്ടാനില്ല. അതുകൊണ്ട് ഈ വിശപ്പ് മാറാൻ നീ നിന്റെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോ വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവാ, സൂറത്തുൽ ബഖറ. ഇസ്രായേലിലേക്ക് അല്ലാഹു കാടപ്പക്ഷികളെയും തേനും ഇറക്കി കൊടുത്തു ആകാശത്ത് നിന്ന്. ഇസ്രായേലി സമൂഹം വിശന്ന് പരവശരായപ്പോ ആകാശലോകങ്ങളിൽ നിന്ന് കാടപ്പക്ഷിയെയും തേനും ഇറക്കി കൊടുത്ത നാഥൻ എന്തുകൊണ്ട് അള്ളാഹുവിന്റെ വചനങ്ങൾ ആകാശത്ത് നിന്ന് ഇട്ടുതരാൻ സാധിക്കില്ല? സാധിക്കും. പക്ഷേ ആ ശൈലിയല്ല പടച്ച തമ്പുരാൻ സ്വീകരിച്ചത്. അധ്യാപക സമൂഹത്തെ മാനവരിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്ത് സ്ഫുടമാക്കി അവർക്ക് മാർഗദർശനം നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുകയായിരുന്നു. ആ അധ്യാപക സമൂഹത്തിന് അധ്യാപനം നടത്താനുള്ള യോഗ്യതകൾ അല്ലാഹു കൊടുത്തിരുന്നു. ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ എന്റെ സഹോദരന്മാരോട്, ഒരു ഗുരുനാഥന്റെ സഹായമില്ലാതെ ഏതൊരു വിജ്ഞാന ശാഖയാണ് നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കുക? നിങ്ങൾ പറയൂ. ഒരു അധ്യാപകന്റെ സഹായമില്ലാതെ ഏത് വിദ്യയാണ് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുക? ഡോക്ടറാകാൻ സാധിക്കോ? എഞ്ചിനീയർ ആകാൻ സാധിക്കോ? എന്തിനധികം കെട്ടിടം നിർമ്മിക്കുന്ന ഒരു നിർമ്മാണ തൊഴിലാളിയാകണമെങ്കിൽ ആ വിദ്യയിൽ നിപുണനായ ഒരു ആശാന്റെ സഹായമില്ലാതെ ആ പണി പഠിക്കാൻ പറ്റുമോ? പറ്റൂല. മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. ഓപ്പറേഷനെ കുറിച്ച് രചിക്കപ്പെട്ട ഗ്രന്ഥം. എങ്ങനെയാണ് ഹെഡ് ഓപ്പറേഷൻ, എങ്ങനെയാണ് ഹാർട്ട് ഓപ്പറേഷൻ, സവിസ്തരം പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങൾ മെഡിക്കൽ കോളേജുകളിലുണ്ട്. ഒരാൾ ആ ഗ്രന്ഥമെടുത്ത് വായിച്ച് പല ആവർത്തി വായിച്ച് ഹൃദ്യസ്ഥമാക്കിയിട്ട് അവൻ പറഞ്ഞു, ഓപ്പറേഷനെ കുറിച്ചുള്ള ജ്ഞാനം ഞാൻ ആർജിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഹാർട്ട് രോഗികൾ വരട്ടെ, ഞാൻ കീറിപ്പൊളിച്ച് രോഗം സുഖപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് അത്തരത്തിലുള്ള ഗ്രന്ഥം വായിച്ച അറിവ് മാത്രമുള്ളവർ ഓപ്പറേഷൻ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? അപകടമായിരിക്കില്ലേ? പലരും നമസ്കാരം പഠിക്കാൻ ശ്രമിച്ചു, ഖുർആൻ വായിച്ച് മാത്രം. നമസ്കാരം 3 വക്തായി ചുരുങ്ങിയെന്ന് മാത്രം. തമാശ പറയില്ല. പലരും ഖുർആനിൽ നിന്ന് മാത്രം ഒരു ഗുരുനാഥന്റെ സപ്പോർട്ടോ സഹായമോ ആശ്രയിക്കാതെ അന്വേഷിക്കാതെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മാത്രം നമസ്കാരം പഠിക്കാൻ ചില ആളുകൾ പരിശ്രമിച്ചു. നമസ്കാരം 3 വക്തായി ചുരുങ്ങിപ്പോയി. അതുകൊണ്ട് അധ്യാപകന്മാർ വേണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്നമാ ബുഇസ്തു മുഅല്ലിമാ,
ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്, നിങ്ങളിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് മുഅല്ലിമ, ഒരു ഗുരുനാഥനായിട്ടാണ്, ഒരു അധ്യാപകനായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഏതധ്യാപകൻ? എന്തെങ്കിലും അബദ്ധങ്ങളും ഊഹാപോഹങ്ങളും തലയിൽ നിറച്ച അധ്യാപകനാണോ അവിടുന്ന്? ഇന്നുള്ള പല അധ്യാപകന്മാരും ചില ഊഹാപോഹങ്ങളും ചില ആളുകളുടെ അഭിപ്രായങ്ങളും മാത്രം ഹൃദ്യസ്ഥമാക്കി അധ്യാപകന്മാരായതാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഒരു അധ്യാപകനായിരുന്നില്ല, സാക്ഷിയായ അധ്യാപകനായിരുന്നു. പ്രവാചക തിരുമേനിയെ വിശേഷിപ്പിച്ചുകൊണ്ട് വർണ്ണിച്ചുകൊണ്ട് ഷഹീദ് എന്ന് പറഞ്ഞില്ലേ, അങ്ങ് സാക്ഷിയാകുന്നു. എവിടെ നിന്നാണ് അല്ലാഹുവിന്റെ ഹബീബിന് ജ്ഞാനം കിട്ടിയത്? നേരിട്ട് കണ്ടു. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ذي قوة عند ذي العرش مكين مطاع ثم أمين وما صاحبكم بمجنون ولقد رآه بالأفق المبين. ഇത് റസൂലുൻ കരീം, ബഹുമാന്യനായ ഒരു സന്ദേശവാഹകനായ ദൂതന്റെ വാക്കാകുന്നു ഞാൻ നിങ്ങളോട് പറയുന്നത്. സന്ദേശവാഹകനായ ബഹുമാന്യനായ ഒരു ദൂതന്റെ വാക്കാണ് സമൂഹമേ ഞാൻ നിങ്ങളോട് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ദീ ഖുവത്തിൻ ഇൻദ ദിൽ അർശി മക്കീൻ, ശക്തനായ മാലാഖ്, ദീ ഖുവത്തിൻ, ശക്തനായ മലക്ക്, ദീ ഖുവത്തിൻ ഇൻദ ദിൽ അർശി മക്കീൻ, സിംഹാസനത്തിൽ ഉപവിഷ്ടനായ ഏകദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് എന്നിലേക്ക് വന്ന ദൂതൻ. എവിടുന്നോ കയറി വന്ന ദൂതനല്ല. ദീ ഖുവത്തിൻ ഇൻദ ദിൽ അർശി മക്കീൻ, സിംഹാസനത്തിൽ ഉപവിഷ്ടനായ ഏകദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അവന്റെ നിർദ്ദേശപ്രകാരം വന്ന മലക്ക്. മുത്താഇൻ സമ്മ അമീൻ, ആ മാലാഖ അനുസരണശീലമുള്ളവനും സത്യസന്ധനുമാകുന്നു, വിശ്വസ്തനാകുന്നു. മുത്താഇൻ സമ്മ അമീൻ വമാ സാഹിബുകും ബിമജ്നൂൻ, നിങ്ങളുടെ കൂട്ടുകാരനായ ഈ മുഹമ്മദ് ഉണ്ടല്ലോ, ഭ്രാന്തല്ല പറയുന്നത്. വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ, സന്ദേശവാഹകനായ മാലാഖയെ തെളിഞ്ഞ ചക്രവാളത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനായ മുഹമ്മദ് കണ്ടിരിക്കുന്നു. വലഖദ് റആഹു, തീർച്ചയായും കണ്ടിരിക്കുന്നു ആ മലക്കിനെ നിങ്ങളുടെ കൂട്ടുകാരൻ, തെളിഞ്ഞ വ്യക്തമായ ചക്രവാളത്തിൽ വെച്ച്. അപ്പോ ഏകദൈവമായ പടച്ച തമ്പുരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, ആ റബ്ബുൽ ഇസ്സത്ത് അവന്റെ സന്ദേശങ്ങൾ കൊടുത്തുവിടാൻ നിർണയിച്ചിരിക്കുന്ന, നിയോഗിച്ചിരിക്കുന്ന പരിശുദ്ധനും ശക്തനുമായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളിലേക്ക് വന്നു സന്ദേശങ്ങളും കൊണ്ട്. വലഖദ് റആഹു, കണ്ടു നബി, വളരെ വ്യക്തമായി കണ്ടു. കണ്ട നബി തങ്ങൾ അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ സന്ദേശവാഹകനിൽ നിന്ന് സ്വായത്തമാക്കി, സ്വന്തമാക്കി. സാക്ഷിയായി നബി, ഷഹീദായി. അങ്ങനെ ഷാഹിദായ, സാക്ഷിയായ നബി തങ്ങൾ സാക്ഷികളല്ലാത്ത, വിവരമില്ലാത്ത സ്വഹാബത്തിനെ സാക്ഷികളാക്കി മാറ്റി. ഇങ്ങനെയാണ് ഗുരുത്വം. അള്ളാഹുവിൽ നിന്ന് വന്ന ഗുരുനാഥൻ അങ്ങനെയാണ്. സ്വഹാബത്ത് അടുത്ത തലമുറകളെ സാക്ഷികളാക്കി, അവർ അടുത്ത തലമുറയെ അങ്ങനെ ഗുരുകുല വിദ്യാഭ്യാസമായി, ഗുരുശിഷ്യ ബന്ധമായി ഖിയാമത്ത് നാൾ വരെ ഈ ദീനിന്റെ പ്രബോധന ദൗത്യം നടന്നുകൊണ്ടിരിക്കും. അള്ളാഹു വെച്ച റൂട്ട് അങ്ങനെയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, എന്റെ ഉദാഹരണം, എന്നിൽ വിശ്വസിച്ച ആളുകളുടെ ഉദാഹരണം, എന്നെ കളവാക്കിയ ആളുകളുടെ ഉദാഹരണം. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഇന്നമാ മസലി വമസലു മൻ നതഅനി വമസലു മൻ കല്ലബനി, എന്റെ ഉദാഹരണം, എന്നിൽ വിശ്വസിച്ച ആളുകളുടെ ഉപമ, എന്നെ തള്ളിയ ആളുകളുടെ ഉപമ, കമസലി റജുലിൻ, ഒരു വ്യക്തിയുടെ ഉപമയാണ്, ഒരു വ്യക്തിയുടെ ഉദാഹരണമാണ്. അതാ ഖൗമഹു, ആ മനുഷ്യൻ തന്റെ നാട്ടുകാരിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് അവരോടായി പറഞ്ഞു, യാ ഖൗമി ഇന്നി റഅയ്തുൽ ജൈശ ബിഐനയ്യ, എന്റെ നാട്ടുകാരെ,
ഞാൻ ഇന്നലെ നാടുവിട്ടൊരു യാത്ര നടത്തി. സന്ധ്യാസമയത്ത് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ശക്തരായ ഒരു സൈന്യം നമ്മുടെ ഈ ഖറിയയുടെ, നമ്മുടെ ഈ പ്രദേശത്തിന്റെ അപ്പുറത്താ മലയുടെ ബേക്ക് ഭാഗത്ത്, പിൻഭാഗത്ത് എല്ലാവിധ ആയുധ സന്നാഹങ്ങളുമായി കാത്തിരിക്കുന്നുണ്ട് എന്റെ നാട്ടുകാരെ. നമ്മെ നശിപ്പിക്കാനും നാളെ പുലർന്നാൽ നമ്മോട് ഏറ്റുമുട്ടി നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ തട്ടിയെടുക്കാനും വേണ്ടി ഒരു വിഭാഗം ശത്രു സൈന്യം നമ്മുടെ നാടിന്റെ അതിർത്തിയിൽ കാത്തിരിക്കുന്നത് ഇന്നി റഅയ്തുൽ ഐന, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് നാട്ടുകാരെ എന്നൊരു വ്യക്തി തന്റെ നാട്ടുകാരോട് ചെന്ന് പറയുമ്പോ ഒരു വിഭാഗം ആ വ്യക്തിയെ അംഗീകരിച്ച് വിശ്വസിച്ച് അഭയാർത്ഥികളായി അവരുടെ ധനമൊക്കെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പലായനം ചെയ്യുകയാണ്. ഒരു വിഭാഗം ആ നാട്ടുകാർ അങ്ങനെ ഒരാൾ വരില്ല, വന്നാൽ തന്നെ ഞങ്ങൾ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞു നിന്നു. പിറ്റേ ദിവസം ശത്രു സൈന്യം വന്നു. അവിടെ ബാക്കിയുള്ള ആളുകളെയെല്ലാം നശിപ്പിച്ച് കളഞ്ഞ് അവരുടെ ധനങ്ങളെല്ലാം കൊള്ള ചെയ്ത് എടുത്തുകൊണ്ടുപോയി. ഇതാകുന്നു എന്റെയും എന്നിൽ വിശ്വസിച്ചവരുടെയും എന്നെ കളവാക്കിയവരുടെയും ഉദാഹരണം. എന്ന് വെച്ചാൽ ഞാൻ ഊഹാപോഹം പറയല്ല, എന്തെങ്കിലും അബദ്ധം പറയല്ല, ഞാൻ കണ്ണുകൊണ്ട് കണ്ടതും അനുഭവിച്ചതുമായ സത്യങ്ങളാകുന്നു ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കളെ, നമസ്കരിക്കാനും നോമ്പ് പിടിക്കാനും ഹജ്ജ് ചെയ്യാനും അള്ളാഹുവും റസൂലും ബുക്ക് വായിച്ച് പഠിക്കാൻ പറഞ്ഞിട്ടില്ല. പറയുമ്പോ എല്ലാം പറയണല്ലോ. കള്ള ഗുരുനാഥന്മാരെ പറയുമ്പോ യഥാർത്ഥ ഗുരു ഉണ്ട്. ആ ഉള്ളവരെ യാഥാർത്ഥ്യമായി അംഗീകരിക്കണമല്ലോ. ഇൻഷാ അള്ളാഹ് നമുക്ക് പറയാം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പുസ്തകം വായിച്ചുകൊണ്ട് നമസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഒരാളുടെ അടുക്കലേക്കും പോയി പഠിക്കണ്ട, നിങ്ങൾ ഖുർആനും ഹദീസും വായിച്ചുകൊണ്ട് നമസ്കരിച്ചാൽ മതി, ഹജ്ജ് ചെയ്താൽ മതി എന്ന് എവിടെയും ഒരു ആയത്തോ ഹദീസോ കാണാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെ നമസ്കരിക്കണം? മുസ്തഫായ നബി തങ്ങൾ പഠിപ്പിച്ചു, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. സ്വല്ലൂ, നിങ്ങൾ നമസ്കരിക്കണം. എങ്ങനെ? ഖുർആനാണ് വായിച്ചിട്ട് എന്നിട്ട് നമസ്കരിച്ചോ? പറഞ്ഞില്ല. കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നമസ്കരിക്കുന്നത് നിങ്ങൾ കാണുന്നത്, ഏത് രീതിയിലാണ് ഞാൻ നമസ്കരിക്കുന്നത് നിങ്ങൾ കാണുന്നത്, ആ കണ്ട രീതിയിൽ നിങ്ങൾ നമസ്കരിക്കുക. ആ ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാ, തഫ്സീറിൽ കാണാ, ലിഅന്നല്ലദീന വറാഅകും യുസല്ലൂന കമാ തുസല്ലൂൻ. ലിഅന്നല്ലദീന വറാഅകും, സഹാബികളെ നിങ്ങളുടെ കാലശേഷം വരുന്നവർ നമസ്കരിക്കും. എങ്ങനെ? യുസല്ലൂന കമാ തുസല്ലൂൻ, നിങ്ങളുടെ നമസ്കാരം കണ്ട് അവർ നമസ്കരിക്കും, അവരുടെ നമസ്കാരം കണ്ട് അടുത്ത തലമുറ നമസ്കരിക്കും, അവരുടെ നമസ്കാരം കണ്ട് അടുത്ത തലമുറ നമസ്കരിക്കും. അങ്ങനെ പോകുന്നു. ഹജ്ജ് എങ്ങനെ ചെയ്യണം? ഖുദൂ അന്നീ മനാസികകും, പ്രസിദ്ധമായ ഹദീസിൽ കാണാ, ഖുദൂ അന്നീ മനാസികകും, ഹജ്ജിന്റെ അമലുകൾ നിങ്ങൾ എന്നിൽ നിന്ന് കണ്ടുപഠിക്കുവീൻ, എന്നിൽ നിന്ന് കണ്ടുപഠിക്കുവീൻ. ഇങ്ങനെ കാണിച്ചു കൊടുത്ത സഹാബത്ത്, നബിയിൽ നിന്ന് നമസ്കാരവും ഇബാദത്തുകളും ജീവിതശൈലികളും ദീനും ഒക്കെ കണ്ടുപഠിച്ച സഹാബികൾ, അവരോട് അവസാന സമയമെത്തിയപ്പോ യാത്ര ചോദിക്കുന്ന പ്രഭാഷണത്തിൽ, വിടവാങ്ങൽ പ്രസംഗത്തിൽ മുസ്ലിം ഉമ്മത്തിനോട് ഖിയാമം വരെ വരാനിരിക്കുന്ന ഉമ്മത്തിനോട് അവിടുന്ന് ചെയ്ത വസിയ്യത്ത് എന്താ? ഹജ്ജത്തുൽ വദാഇന്റെ പ്രസിദ്ധമായ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ അവിടെ നിന്ന് പറഞ്ഞു, മനുഷ്യനാണ് പ്രവാചകരും, ഈ ലോകം വിട്ടു പോകും. ആ സഹാബികളോട് പറഞ്ഞത്, എന്റെ സഹാബത്തെ, എന്റെ ഉത്തരവാദിത്തം സുന്ദരമായി ഞാൻ നിറവേറ്റിയിട്ടില്ലേ? അള്ളാഹു എന്നോട് പറയാൻ പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ? ഒരു ഗുരുനാഥൻ എന്ന നിലയിൽ നല്ല രീതിയിൽ അധ്യാപനം നടത്താൻ നിയുക്തനായ ഞാൻ അത് നടത്തിയിട്ടില്ലേ എന്റെ സഹാബികളെ? അവരെല്ലാം സമ്മതിച്ചപ്പോ, റബ്ബേ നീ സാക്ഷിയല്ലേ എന്ന് കൈയുയർത്തി ചോദിച്ച റസൂലുള്ളാഹ് അവസാനമായി പറഞ്ഞത്, ഇനി നിങ്ങളെല്ലാവരും പഠിച്ചതൊരു പുസ്തകത്തിൽ എഴുതി വിവിധ സമൂഹങ്ങളിലേക്ക്, വിവിധ നാടുകളിലേക്ക് അയച്ചു കൊടുക്കുവീൻ എന്നല്ല. ഇസ്ലാം എന്ന് പറയുന്നത് ആലിം ജാഹിലിന് പഠിപ്പിക്കുന്ന രീതിയല്ല. തെറ്റുപറ്റി പലർക്കും. അവിടുന്ന് അവസാനം പറഞ്ഞത്, ഫൽയുബല്ലിഗി ഷാഹിദുൽ ഗായിബ ഫൽയുബല്ലിഗിൽ ആലിമുൽ ജാഹില എന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയാത്തത് കൊണ്ടല്ല. ഫൽയുബല്ലിഗി ഷാഹിദുൽ ഗായിബ, ഇവിടെ സാക്ഷികളായ നിങ്ങളുണ്ടല്ലോ,
സാക്ഷികളായി എന്റെ കൂടെ ജീവിച്ച് പഠിച്ചവരുണ്ടല്ലോ, അവർ സാക്ഷികളാകാത്ത ഇവിടെയില്ലാത്ത ആളുകളിലേക്ക് ഈ സുന്ദരമായ ദൗത്യം എത്തിച്ചു കൊടുക്കുക, തൗഹീദിന്റെ വെളിച്ചം അവർക്ക് കാണിച്ചു കൊടുക്കുക, സാക്ഷികളായ ആളുകൾ ആകാത്തവർക്ക് കാണിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് പറഞ്ഞത്. അതിന് സുഹബത്ത് വേണം, സഹവാസം വേണം. സഹവാസം വലിയ ഒരു കാര്യമാണ്. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഒരു അധ്യായം എടുത്തു വച്ചിരിക്കുന്നു. എന്താ? ബാബു ഫളാഇലി അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുമായി സഹവസിച്ചവരുടെ മഹാത്മ്യമാണ് ആ അധ്യായത്തിൽ പറയുന്നത്. സഹവാസത്തിന്റെ മഹത്വം, ഒരു ഗുരുനാഥനെ സഹവസിക്കുന്നതിന്റെ മഹത്വം. عن أبي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم. നബി തങ്ങൾ പ്രവചനം നടത്തുകയാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ്. എന്താ പ്രവചനം? യഅതി അലന്നാസി സമാൻ, എന്റെ കാലശേഷം ഒരു കാലം വരും, ആ കാലത്തൊരു വിഭാഗം ജനങ്ങൾ ജീവിക്കും. ഫയഗ്സൂ ഫിആമും മിനന്നാസ്, എന്റെ കാലശേഷം ഒരു കാലം, ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഒരു വിഭാഗം സത്യവിശ്വാസികൾ, ഫയഗ്സൂ ഫിആമും മിനന്നാസ്, അവരിലെ ഒരു കൂട്ടം ആളുകൾ ഒരു യുദ്ധത്തിന് നിർബന്ധിതരാകും. സത്യപ്രസ്ഥാനത്തിന്റെ ആളുകളെ, തൗഹീദിന്റെ വക്താക്കളെ ഉന്മൂലനം ചെയ്യാനും നശിപ്പിക്കാനും ശത്രുഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ ഉണ്ടാകുമ്പോ പ്രതിരോധം എന്നോണം അവർ യുദ്ധത്തിന് ഒരുങ്ങേണ്ടി വരും. യുദ്ധത്തിനൊരുങ്ങുമ്പോ നിസ്സഹായരായ ന്യൂനപക്ഷമായ പാവപ്പെട്ട സത്യവിശ്വാസികൾ ആകെ ബുദ്ധിമുട്ടി നിൽക്കുന്ന നേരത്ത് ഫയഖൂലൂൻ, അവർ അന്യോന്യം പറയും, ഹൽ ഫീകും മൻ സാഹബ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവചനം നടത്തുകയാണ് നബി തങ്ങൾ. എന്റെ കാലശേഷം ഒരു ജനങ്ങൾ വരും, ആ ജനങ്ങള് നിർബന്ധിതരായി യുദ്ധത്തിന് പോകേണ്ടി വരും. യുദ്ധത്തിന് പോകാൻ നിൽക്കുന്ന നേരത്ത് ശത്രു സൈന്യവുമായി ഏറ്റുമുട്ടാൻ ഭൗതിക സാഹചര്യത്തിൽ അവർക്ക് സാധിക്കൂല. അപ്പൊ അവര് പറയും, ഫയഖൂലൂൻ ഹൽ ഫീകും മൻ സാഹബ റസൂലല്ലാഹ്, നബിയുമായി സഹവാസമുള്ള ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? നബിയുമായി സഹവസിച്ച ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? കൂടുതൽ ഖുർആനായത്ത് പഠിച്ചവരാരാ, കൂടുതൽ ഹദീസ് ഹൃദ്യസ്ഥമാക്കിയവരാരാ എന്നല്ല അവർ ആ നേരം പരിശോധിക്കുക. ഹൽ ഫീകും മൻ സാഹബ റസൂലല്ലാഹ്, നബിയുമായി സഹവസിച്ചവർ കണ്ടവർ ആരുണ്ട്? ഫയഖൂലൂൻ, അവർ പറയും, നഅം, ഉണ്ടല്ലോ, അങ്ങനത്തെ ആളുകൾ ഉണ്ടല്ലോ. ഇതാ ഇദ്ദേഹം നബിയോട് സഹവസിച്ച ആളാ, ഇദ്ദേഹം നബിയെ കണ്ട ആളാ. ഫയുഫ്തഹു ലഹും, ആ വ്യക്തിയുടെ ബറക്കത്ത് കൊണ്ട്, ഈമാനിക ശക്തി കൊണ്ട് അക്കാലത്ത് ജീവിച്ചിരിക്കുന്ന ആ വിഭാഗം വിജയം കൈവരിക്കും. ആര് മുഖേന? നബിയുടെ സഹവാസം കിട്ടിയ ഒരു മെമ്പർ അവരുടെ കൂട്ടത്തിലുണ്ട് എന്നതുകൊണ്ട് അവർ ആ യുദ്ധത്തിൽ വിജയിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സുമ്മ യഅതി അലന്നാസി സമാൻ, പിന്നെ ഒരു കാലം വരും, ഫയഗ്സൂ ഫിആമും മിനന്നാസ്, അക്കാലത്ത് ജീവിച്ചിരിപ്പുള്ള ഒരു വിഭാഗം യുദ്ധത്തിന് നിർബന്ധിതരാകും. ആ സമയത്ത് അവർ നിസ്സഹായരായി ഫയഖാലു, അവർ പറയപ്പെടും, അവരുടെ കൂട്ടത്തിൽ ചോദിക്കപ്പെടും, ഹൽ ഫീകും മൻ സാഹബ അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ കണ്ടവരും സഹവസിച്ചവരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകൂല. കാരണം നൂറ്റാണ്ടുകൾ കഴിഞ്ഞു നബി വഫാത്തായിട്ട്. ഇനിയുള്ള ചോദ്യം, ഹൽ ഫീകും മൻ സാഹബ അസ്ഹാബ റസൂലില്ലാഹ്, നബിയുടെ സഹാബികളുമായി സഹവസിച്ചവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? നബിയെ കണ്ടവരുണ്ടോ? ഫയഖൂലു നഅം, ഉണ്ടല്ലോ, സഹാബികളെ കണ്ടവർ ഇന്ന ആളുണ്ട്. ഫയുഫ്തഹു ലഹും ബിഹി, ഈ മനുഷ്യർ മുഖേന അവർ ആ വിജയത്തിലും ആ യുദ്ധത്തിലും വിജയം കൈവരിക്കും. സുമ്മ യഅതി അലന്നാസി സമാൻ, പിന്നെയും ഒരു കാലം വരും, ഫയഗ്സൂ ഫിആമും മിനന്നാസ്, അന്നും ഉള്ള ആളുകൾ ഒരു വിഭാഗം സത്യവിശ്വാസികൾ യുദ്ധത്തിന് നിർബന്ധിതരാകും. ആ സമയത്ത് നിസ്സഹായരായി അവർ അന്യോന്യം ചോദിക്കും, നബിയുടെ കാലത്ത് ജീവിച്ചിരുന്നവർ ഇല്ല, നബിയെ കണ്ടവർ ഇപ്പോൾ ഉണ്ടാവില്ല, സ്വഹാബികളെ കണ്ടവരും ഇപ്പോൾ ഉണ്ടാകാൻ നിർവാഹമില്ല. ഹൽ ഫീകും മൻ സാഹബ അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ കൂട്ടത്തിൽ നബിയെ കണ്ടവരുണ്ടോ? നബിയുമായി സഹവാസത്തിൽ ഏർപ്പെട്ടവരെ സഹവസിച്ചവരുണ്ടോ? ഫയഖൂലു നഅം, അങ്ങനത്തെ ആളുകളുണ്ട്. ഫയുഫ്തഹു ലഹും, ആ മനുഷ്യർ മുഖേന ഈ യുദ്ധത്തിലും അവർ വിജയം കൈവരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ സഹവാസത്തിന് വലിയൊരു മഹത്തുണ്ട്.
ദീൻ പഠിക്കൽ നല്ല ഒരു ഗുരുനാഥന്റെ അടുത്ത്, എല്ലാ വിദ്യകൾക്കും ഗുരുനാഥൻ വേണമല്ലോ എന്നതുപോലെ ദീനീ ഗുരുനാഥനുമായിട്ടുള്ള സഹവാസം വലിയ കാര്യ. നിങ്ങൾക്കറിയോ, പുന്നാര നബി തങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചാപ്പ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി തുണ്ടമായി വധിച്ചു കളഞ്ഞ വഹ്ശിയുടെ സ്ഥാനം പോലും നബി തങ്ങൾ വർണ്ണിച്ച് പുകഴ്ത്തി പറഞ്ഞ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു തങ്ങൾക്കില്ല. നബി തങ്ങൾ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ ആളാ ഉവൈസുൽ ഖറനി. നബിയുടെ ആ കാലത്ത് ജീവിച്ച ആളാണ്, നബിയെ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഉവൈസുൽ ഖറനിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല അഭിപ്രായം പറഞ്ഞു. നല്ല ആളാണ്, നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണം, ദുആ വസിയത്താക്കണമെന്ന് പ്രസിദ്ധ സ്വഹാബിമാരായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ സ്വഹാബിമാരോട് നബി പറയുകയും ചെയ്തു. അങ്ങനെ നബി തങ്ങൾ വർണ്ണിച്ചിരിക്കുന്ന പുകഴ്ത്തിയിരിക്കുന്ന ഉവൈസിന് പോലും നബിയുടെ പ്രിയപ്പെട്ട കൊച്ചാപ്പയെ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞ വഹ്ശിയുടെ സ്ഥാനം ഇല്ല. എന്തേ? വഹ്ശി പിറകെ മുസ്ലിമായി തൗഹീദിലേക്ക് കടന്നു വന്നു. ഒരു സുപ്രഭാതത്തിൽ വഹ്ശിക്ക് മനം മാറ്റം വന്നു. എനിക്ക് തൗബയുണ്ടാകുമോ? എങ്ങനെ ഞാൻ മുഹമ്മദിന്റെ മുന്നിൽ ചെന്ന് നിൽക്കും? നോക്കണ്ട, ഒരു മുഖമൂടി അണിയാം. മുഖമൂടി അണിഞ്ഞുകൊണ്ട് തിരുസന്നിധിയിൽ വന്ന് ചോദിച്ചല്ലോ വഹ്ശി, നബിയെ, അങ്ങയുടെ പ്രിയപ്പെട്ട കൊച്ചാപ്പയെ ക്രൂരമായി കൊന്ന വഹ്ശിക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കുമോ? വഹ്ശിയാണ് വരുന്നത് മുഖമൂടി അണിഞ്ഞ്. തൗബയുടെ കവാടം അടക്കപ്പെട്ടിട്ടില്ലല്ലോ, അയാൾക്കാണെങ്കിലും മാപ്പ് കൊടുക്കാനാണ് അള്ളാഹുവിന്റെ തീരുമാനം. അപ്പോഴാണ് മുഖമൂടി എടുത്തു മാറ്റിയത്. വഹ്ശിയുടെ ക്രൂരമുഖം കണ്ടിട്ട് പുന്നാര നബി തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞില്ലേ? അത്രയും ക്രൂരനായ വഹ്ശിയുടെ സ്ഥാനം പോലും ഉവൈസുൽ ഖറനിക്കില്ല. എന്താ കാരണം? വഹ്ശി നന്നായി ഇസ്ലാമിലേക്ക് വന്നു. ശിഷ്ടകാല ജീവിതം കണ്ണീരിലും കരച്ചിലുമായി കഴിച്ചുകൂട്ടി. വഹ്ശി വളരെ ഖേദത്തോടുകൂടെ പറയാറുണ്ടായിരുന്നത്രേ, ഖതൽതു ബിയദി ഖൈറൽ ഇബാദ്, ഖതൽതു ബിയദി ഖൈറൽ ഇബാദ്. എന്റെ ഈ നശിച്ച കൈകൊണ്ടാണല്ലോ ഉന്നതനായ ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞത് എന്ന് പറഞ്ഞ് വഹ്ശി എപ്പോഴും പറഞ്ഞ് കരയാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അതിന് കഫാറത്ത് ചെയ്തു, പ്രായശ്ചിത്തം ചെയ്തു, പകരം ചെയ്തു. എങ്ങനെ? കള്ളനബിയായി കടന്നു വന്ന മുസൈലിമത്തുൽ കസ്സാബിനെ വകവരുത്തിയത് വഹ്ശി റളിയല്ലാഹു അൻഹു ആയിരുന്നു. അപ്പൊ കുറച്ച് സമാധാനം കിട്ടി. ആ കുറഞ്ഞ സമാധാനത്തോടെ വഹ്ശി റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, ഖതൽതു ബിയദി ഖൈറൽ ഇബാദി വശറൽ ഇബാദ്. നല്ലൊരു മനുഷ്യനെ ഞാൻ കൊന്നു, പക്ഷെ ഏറ്റവും വൃത്തികെട്ട ഒരാളെയും ഞാൻ വകവരുത്തിയല്ലോ. അല്പം സമാധാനത്തോടെ പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് ആരാകുന്നു യഥാർത്ഥ ഗുരുനാഥന്മാർ? ആരാണ്? അവർക്കുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ്? ഞാൻ ഈ പറയുമ്പോ എന്റെ സഹോദരന്മാർ തെറ്റിദ്ധരിക്കേണ്ടതില്ല. മുസ്ലിയാർ ഇതാ ഒരു പ്രത്യേക വ്യക്തിയിലേക്ക്, കേന്ദ്രത്തിലേക്ക് ഇതാ ജനങ്ങളെ ക്ഷണിക്കുന്നു എന്ന് നിങ്ങളാരും തെറ്റിദ്ധരിക്കണ്ട. അങ്ങനെ ഒരു കേന്ദ്രത്തിന്റെ വക്താവല്ല ഞാൻ. ഒരു പ്രത്യേക വ്യക്തിയിലേക്കോ കേന്ദ്രത്തിലേക്കോ നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ ഉത്തരവാദപ്പെട്ടവനല്ല. അങ്ങനെ ഒരു കേന്ദ്രത്തെക്കുറിച്ച് എനിക്ക് അറിയുകയുമില്ല. പരിശുദ്ധ ദീനിന്റെ നിയമങ്ങൾക്കനുസൃതമായുള്ള ഒരു ഗുരുനാഥൻ, ആ ഗുരുനാഥൻ ആര് എന്നാണ് പറയുന്നത്? അത് ഇവിടെയുണ്ടാവും, ഈ സദസ്സിലുണ്ടാകും. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഗുരു ഒരു ആട്ടിടയനായിരുന്നു. അറിയോ? ഒരു ആട് മേക്കുന്ന ആട്ടിടയനായിരുന്നു ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഗുരു. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരു ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു. കേരളക്കാർക്ക് പ്രസിദ്ധനായ സൂഫി വര്യൻ ശുജായി മൊയ്ദ് മുസ്ലിയാരുടെ ഗുരുനാഥൻ ഒരു ചൂട്ട് കച്ചവടക്കാരനായിരുന്നു. അതുകൊണ്ട് ഒരു ഗുരുവിന്റെ കുപ്പായമിട്ട ആളെ തിരയണം, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ എന്റെ അടുത്തുണ്ട് കേട്ട് പോന്നോ എന്ന് പറഞ്ഞിട്ട് വിളിക്കാനല്ല. ഞാൻ അതിന്റെ ആളല്ല, എനിക്കറിയില്ല. എനിക്ക് ധാരാളം ഉസ്താദുമാരുണ്ട്. അതിൽ ഉഖറവിയായ ഉസ്താദുമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്, ദുന്യാവിന്റെ ഉസ്താദുമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളതുപോലെ ഇതിന്റെ യോഗ്യതകൾ പറയും, നിങ്ങൾക്ക് അന്വേഷിക്കാം, നിങ്ങൾക്ക് തേടിപ്പിടിക്കാം എന്നല്ലാതെ പ്രത്യേക കേന്ദ്രം നാം പറയേണ്ടതില്ല. അതുകൊണ്ട് ഉള്ളത്തിനുള്ളിലെ വ്യാധി ചികിത്സിപ്പാൻ, ഉള്ളത്തിനുള്ളിലെ വ്യാധി ചികിത്സിപ്പാൻ കൊള്ളുക നിപുണനായുള്ള അഭിഷക്കിനെ, തേടുക സൗഖ്യത്തെ വീരനായകർത്തൻ, സൗഖ്യത്തിൻ സ്രോതമാം തോബ തോബ വഴി. ചരിത്രത്തിലെ വീരപുരുഷന്മാരായ സഹാബികൾ
ഉന്നതരായ താബിഉകൾ, അതിനുശേഷം വന്ന യഥാർത്ഥ ദീനിന്റെ വക്താക്കൾ, അവർ സൗഖ്യവും സുഖവും എവിടെ നിന്നാണോ ആർജിച്ചത്? തോബ മുഖേന. ആരാ തോബ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു പേരാണ് തോബ. ചരിത്രത്തിലെ വീരനായകർക്ക് സൗഖ്യ സംതൃപ്തിയുണ്ടായത് തോബയായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ്. അതുകൊണ്ട് ആ തോബയായ നബിയിലൂടെ നിങ്ങൾക്കും സൗഖ്യ സംതൃപ്തി ഉണ്ടാവട്ടെ. അതിന് നിങ്ങൾ എന്ത് വേണം? മിൻ തബീബിൻ ഹാദിഖിൻ ദാ അൽ ഫുആദ് ത്വാലിബൻ തൂബാബി ത്വാബലിൽ അബ്താലി ത്വാലുള്ളത്തിനുള്ളിലെ വ്യാധി ചികിത്സിപ്പാൻ കൊള്ളുക നിപുണനായുള്ള അഭിഷക്കിനെ. ഉള്ളത്തിനുള്ളിലെ മാരകമായ രോഗങ്ങൾ ചികിത്സിക്കാൻ കരുത്തും കെൽപ്പുമുള്ള യോഗ്യനായ ഒരു ബിഷക്കിനെ നിങ്ങൾ അന്വേഷിക്കുക. അതാണ് അതിനുള്ള മാർഗം. ഇത് പറയുമ്പോ എന്തിനാ അതിന്റെ ആവശ്യം? ഏതോ ഒരു പൊട്ടക്കവിതയും പാടി എന്തിനാ ഉസ്താദെ അതൊക്കെ പറയുന്നത്? പൊട്ടക്കവിതയുമല്ല പറയുന്നത്, ഖുർആനാ പറയുന്നത്. ഖുർആനും ഇതേ ആശയ പറഞ്ഞത്. ഖുർആന്റെ ആശയം കവിത രൂപത്തിൽ മുൻഗാമികൾ പറഞ്ഞു എന്ന് മാത്രം. ഖുർആൻ എന്താ പറഞ്ഞത്? നിങ്ങൾക്കറിവില്ലേ? നിങ്ങൾ അറിവ് കുറഞ്ഞവരാണോ? എന്നാൽ ബുക്ക് വായിച്ചോ, ലൈബ്രറിയിലെ മെമ്പർഷിപ്പ് എടുത്തോ, ഇഷ്ടംപോലെ ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങളുണ്ട്, എടുത്തോ. ഖുർആൻ അതല്ല പറഞ്ഞത്. നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാ ഖുർആൻ പറഞ്ഞത്? ഫസ്അലൂ അഹ്ല സിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിക്കുക എന്നല്ല പറഞ്ഞത്. പലരും അങ്ങനെ അർത്ഥം വെക്കുന്നുണ്ട്. തെറ്റാണ്. അങ്ങനെ അർത്ഥം വരണമെങ്കിൽ ഇങ്ങനെ പറയണം, ഫസ്അലുൽ ഉലമാ ഇൻ കുൻതും ലാ തഅലമൂൻ. അത് പറയാൻ അല്ലാഹുക്ക് അറിയില്ലേ? ഖുർആൻ എന്ത് പറഞ്ഞാൽ സാഹിത്യത്തിന്റെ നിറകുടമാണ് ഖുർആൻ. അതിലൊരു ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു പൊരുളും കാണും. ഫസ്അലൂ അഹ്ല സിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്കറിവില്ലെങ്കിൽ, ദീനിനെ കുറിച്ച് ഗ്രാഹ്യമില്ലെങ്കിൽ അഹ്ലു സിക്റിനോട് നിങ്ങൾ ചോദിച്ചു പഠിക്കുക. ദിക്റിന്റെ വക്താക്കൾ എന്ന് വെച്ചാൽ, ദിക്റിന്റെ വക്താക്കൾ പറഞ്ഞാൽ ഒരാൾ വരുമ്പോ ചൊല്ലിക്കോ 10 ലക്ഷം ദിക്ർ എന്ന് പറയുന്ന ആളല്ല ദിക്റിന്റെ വക്താവ്. സ്വന്തം ദിക്റിന്റെ വക്താവാകണം. ദിക്റിലൂടെ ജീവിക്കുന്ന ഉന്നതനായ പരിശുദ്ധനായ ഒരു ആലിം. അള്ളാഹിനെ ഓർമ്മയുണ്ട് എന്ത് ചെയ്യുമ്പോഴും, അള്ളാഹുവിനെ ഓർമ്മയുണ്ട്. അതാണ് അഹ്ല ദിക്ർ. അഹ്ല ദിക്റിനോട് ചോദിച്ചുകൊണ്ട് നിങ്ങൾ ദീനിയായ ഉലൂമുകൾ കരഗതമാക്കണമെന്നാണ് റബ്ബു തആലയുടെ നിയമം അനുശാസിക്കുന്നത്. ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ട് റിജാലുല്ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. കച്ചവടം ചെയ്യുമ്പോഴും കൂലിത്തൊഴിൽ ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ദുനിയാവിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെടുമ്പോഴും ഒക്കെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ദിക്റാൻ. അങ്ങനത്തെ റിജാൽ, ആൺകുട്ടികൾ, ഖുർആൻ പറഞ്ഞ യോഗ്യത. അങ്ങനത്തെ ആളുകളോട് നിങ്ങൾ ചോദിച്ചു പഠിക്കണം. അതാകുന്നു യഥാർത്ഥ റൂട്ട്. ഇങ്ങനത്തെ ആളുകൾക്ക് പല യോഗ്യതയുണ്ട്. ആ യോഗ്യതകൾ എന്തൊക്കെയോ പറഞ്ഞുതരാം. അത് പറഞ്ഞു തന്നിട്ട് നിങ്ങൾ നോക്കിക്കോ. ചിലപ്പോ നിങ്ങളെ അയൽപക്കക്കാരൻ മമ്മ തന്നെ ആയിരിക്കും നിങ്ങളെ ഗുരു. ആ യോഗ്യത ഉണ്ടെങ്കിൽ മമ്മദിനെ നിങ്ങൾ വിടരുത്. മമ്മദുമായിട്ട് നിങ്ങൾ സൗഹൃദം സ്ഥാപിക്കണം. അതിനൊരു തലയെക്കെട്ടും അല്ലെങ്കിൽ തൊപ്പിയൊക്കെ ഇട്ടൊരു വേഷം കിട്ടിയ ആളെ തന്നെ കിട്ടിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ഉന്തുവണ്ടി വലിക്കുന്ന ഒരു പാവപ്പെട്ട മുസൽമാനെ ആയിരിക്കും നിങ്ങൾക്ക് ഗുരുവായിട്ട് കിട്ടുന്നത്. ഈ യോഗ്യത ഉണ്ടോ നോക്കണം. ഏതോ യോഗ്യത ഇൻഷാ അല്ലാഹ് പറയാ. ഇസ്ലാം അങ്ങനത്തെ മതം കൈകാര്യം ചെയ്യുന്ന അധ്യാപകന്മാർക്കുണ്ടാകേണ്ട യോഗ്യതകൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്പർ 1. എല്ലാം പറയാൻ സമയമില്ല, ഒന്നെന്ന് പറയാം, മറ്റേത് ബാക്കി നമുക്ക് പറയാം. 1 അഷ്ഫഖതു അലൽ മുതഅല്ലിമീൻ. ശിഷ്യഗണങ്ങളോട് കടുത്ത അനുകമ്പയും കാരുണ്യവും ഉള്ളവനായിരിക്കണം ഗുരുനാഥൻ. 1. ഇവിടെ ചില ആളുകള് ചില ശൈഖന്മാരെടുത്ത് ചെന്ന് പെട്ടിട്ടുണ്ടായ കഥകൾ പറഞ്ഞു. ശൈഖുനാക്കുണ്ട് ചൂടായ ദേഷ്യം പിടിച്ചാൽ പിന്നെ ഒരു 5 മിനിറ്റ് ചൂരൽ പ്രയോഗം അടിക്കന്നെ ഇരിക്കുന്നു. കണ്ണും മൂക്കൊന്നും നോക്കാതെ പൂശും ഷെയ്ഖ്. അങ്ങനെ ഷെയ്ഖിന്റെ ഷെയ്ത്വാൻ അടങ്ങിയാൽ, അടിയൊക്കെ കഴിഞ്ഞ ആളെ കൈയൊക്കെ തളർന്നാൽ അതുവരെ അത് കൊണ്ടുപോയി പാവേ. കൊണ്ട ആളെ എന്നോട് പറഞ്ഞ ഇവിടത്തുകാരൻ തന്നെ അറിയോ. അടി കിട്ടി 5 മിനിറ്റ് നീണ്ടു നിൽക്കും ചൂരൽ കഷായം. അത് കഴിഞ്ഞാൽ പിന്നെ ഷെയ്ഖ് പറയും, കുഴപ്പമില്ല, കുറ്റങ്ങളും കുഴപ്പങ്ങളും ഒക്കെ പൊറുക്കപ്പെട്ടിരിക്കുന്നു. ഈ അടിയാണ് കൊണ്ടോടുകൂടി പുള്ളിക്കാരൻ ചെയ്ത എല്ലാ കുറ്റവും പൊറുക്കപ്പെട്ടു. ഇങ്ങനെ ഒരു രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
സഹാബികളെ നന്നായിട്ട് പൂശിയിട്ട് ഇതൊക്കെ നിങ്ങൾ ചെയ്ത കുറ്റം ഇല്ല. റഹ്മത്തുല്ലിൽ ആലമീൻ. അള്ളാഹുവിന്റെ കോപം ആ സമൂഹത്തിന്റെ മേലെ വരുന്നത് പോലും ക്ലേശത്തോടെ മനോദുഃഖത്തോടെ നോക്കി നിന്ന പ്രവാചകർ, ആ പ്രവാചകരുടെ അനുയായി എങ്ങനെ ഇങ്ങനെ അടിപ്രയോഗം നടത്തും? ഉണ്ടായ സംഭവം അടിക്കന്നെ. ശിഷ്യഗണങ്ങളോട് അതിരിറ്റ വാത്സല്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഇന്നമാ അന ലക്കും മിസ്ലൽ വാലിദി ലിവലദിഹി. ഞാനൊരു ഗുരുനാഥനായിട്ടാണ് നിയോഗിക്കപ്പെട്ടതെന്ന് പറഞ്ഞ അവിടുന്ന് തുടർന്ന് പറഞ്ഞു, ഇന്നമാ അന ലക്കും, ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെയെന്നറിയോ? മിസ്ലൽ വാലിദി ലിവലദിഹി, ഒരു ഉപ്പാക്ക് കുഞ്ഞുള്ളത് പോലെയാണ് നിങ്ങൾ എനിക്ക്. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, പ്രിയപ്പെട്ട എന്റെ ശിഷ്യന്മാരെ, എന്റെ സ്നേഹിതന്മാരായ സഖാക്കളെ, നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം മിസ്ലൽ വാലിദി ലിവലദിഹി, ഉപ്പാക്ക് മക്കളുള്ളത് പോലെയാണ് നിങ്ങൾക്ക് ഞാനുള്ളത്. ഇതിപ്പോ അങ്ങനെ നല്ല ഭീഷണിയാ. മഹാന്റെ അടുത്ത് ചെന്നിട്ട് എന്തെങ്കിലും ഒരു കുരുത്തക്കേടുണ്ട് ഒപ്പിച്ചപ്പോ, നമുക്ക് നിന്റെ ദുന്യാവും ആഖിറും ഞാൻ കരിച്ചു കളയും ശൈത്വാനെ. ഇവൻ ഞാൻ പറഞ്ഞ ജാതി അല്ല, മുഅല്ലിം അല്ല. എന്താടാ മനസ്സിലാക്കിയത്? ഖൽബ് കരിച്ചു കളയും, ഖൽബ് കരിച്ചു കളയും ഞാൻ കണ്ണുരുട്ടിയിട്ട്. ഇങ്ങനൊന്നൊരു രീതി യഥാർത്ഥ ഗുരുവിനുണ്ടാവില്ല. തെറ്റ് ചെയ്താൽ തന്നെ അയ്യോ അപകടത്തിലാണല്ലോ ആ മോൻ പെട്ടത്. സഹതാപത്തോടുകൂടെ സ്നേഹവും സഹതാപവും സമന്വയിച്ച ഒരു പ്രകൃതി, ആ പ്രകൃതിയിലായിരിക്കും യഥാർത്ഥ ഗുരുനാഥൻ ശിഷ്യഗണങ്ങളെ സംസ്കരിച്ചെടുക്കുക. ഇന്നമാ അന ലക്കും മിസ്ലൽ വാലിദി ലിവലദിഹി, മാതാപിതാക്കൾ പുത്രനും പിതാവും തമ്മിലുള്ള ബന്ധം എങ്ങനെ, അതുപോലത്തെ ബന്ധമാണ് ഞാനും നിങ്ങളുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോ ശരിയല്ലേ അത്? ഒരു ഉപ്പാക്ക് എന്താ ചെയ്യാനുള്ളത് ഈ ലോകത്ത്? നിങ്ങൾക്കൊക്കെ മക്കളുള്ളവരാണല്ലോ. പിതാവെന്ന നിലയിൽ എന്തൊരു പ്രതിബദ്ധതയാണ് നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്കുള്ളത്? ആ കുഞ്ഞിന്റെ ഭൗതിക ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭക്ഷണവും മരുന്നുമൊക്കെ നിങ്ങൾ കൊടുക്കുന്നു അല്ലേ? ഒരു ഉപ്പ മകന് ചെയ്തു കൊടുക്കുന്ന കാര്യം എന്താ? കുഞ്ഞിന്റെ ഭൗതികമായ രക്ഷയ്ക്ക് വേണ്ടത് ഉപ്പ ചെയ്യുന്നു. അവന് വിദ്യാഭ്യാസം നൽകുന്നു, പിറകെ അവന് തൊഴിൽ കിട്ടണമല്ലോ. രോഗമുണ്ടാകുമ്പോ, ബോഡിക്ക് രോഗമുണ്ടാകുമ്പോ, ശരീര രോഗമുണ്ടാകുമ്പോ ചികിത്സിക്കാനുള്ള പണം ചിലവഴിക്കുന്നു. അവന് അന്നവും വസ്ത്രവും വാങ്ങിക്കൊടുക്കാൻ അഹോരാത്രം പണിയെടുക്കുന്നു പിതാവ്. ഇതൊക്കെ ഭൗതികമായ ലോകത്തുള്ള സഹായങ്ങളും സഹകരണങ്ങളും രക്ഷകളുമാണ് ഉപ്പാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. എന്നാൽ ഈ ഉപ്പയോ, ഈ ആത്മീയ പിതാവോ ആത്മീയ ഗുരുവോ പാരത്രിക ലോകവും ഈ ലോക ജീവിതവും തകർന്നു പോകുന്ന ദുരന്തങ്ങളായ മനോരോഗങ്ങൾക്ക് മരുന്ന് വാങ്ങി തരുകയാണ് ഇത്തരത്തിലുള്ള ഗുരുനാഥന്മാർ ചെയ്യുന്നത്. ഈ ലോക ജീവിതം തകരുന്ന, പാരത്രിക ലോക ജീവിതത്തെ തകർത്ത് കളയുന്ന മാരകമായ മനോരോഗങ്ങളുണ്ടല്ലോ, അസൂയ, അഹങ്കാരം, കോപം പോലത്തെ, ആർത്തി പോലത്തെ രോഗങ്ങൾ, ഈ രോഗത്തിനുള്ള മരുന്നാണ് ഗുരുനാഥൻ തരുന്നത്. ഉപ്പ മകന്റെ ഈ ലോക ജീവിതത്തിനാവശ്യമായ കാര്യങ്ങളും ഈ ലോക അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഉപ്പ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ, ഗുരുനാഥൻ അധ്വാനിക്കുന്നത് അനശ്വരമായ അറ്റമില്ലാത്ത പാരത്രിക ലോക ജീവിതത്തിൽ വിജയിപ്പിക്കാനും അവിടെ രക്ഷ കിട്ടാൻ വേണ്ടതുമാണ് ഒരു ഗുരുനാഥൻ കൊടുക്കുന്നത്. വലിദാലിക സ്വാറ ഹഖ്ഖുൽ മുഅല്ലിമി അഅ്ളമു മിൻ ഹഖ്ഖിൽ വാലിദൈൻ. ഇങ്ങനെ വരുമ്പോൾ മാതാപിതാക്കളോടുള്ള ബാധ്യതയേക്കാൾ വലിയ ബാധ്യതയും കടപ്പാടും നമുക്കുണ്ടാകേണ്ടത് ഗുരുനാഥന്മാരോടാണ് അല്ലേ? മാതാപിതാക്കൾ ഇവിടെ സംരക്ഷിക്കാൻ വേണ്ടത് ചെയ്യുന്നു, ഗുരുനാഥന്മാരോ പാരത്രിക ലോകത്തും ഇവിടെയും നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടത് ചെയ്യുന്നു. അതുകൊണ്ട്